മലയാളികളുടെ ഗ്രഹാതുരതയെ ക്യാൻവാസിലേക്ക് പകർത്തുന്ന ഒരു പ്രതിഭയുണ്ട് ദുബായിൽ. നന്ദൻ കാക്കൂറിൻ്റെ വരകൾ ആരെയും അത്ഭുതപ്പെടുത്തും. ശുദ്ധ സംഗീതത്തെയും ചിത്രകലയോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് ഈ കലാകാരൻ. നിരവധി കുരുന്നുകൾക്കാണ് നന്ദൻ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുന്നത്. കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീയതു കാണാതെ ആറ്റിൻ്റെ കരവിലൂടക്കരക്കെങ്ങോ തുഴഞ്ഞു പോയി. മരുഭൂമിൻ്റെ ചൂടുകാറ്റിലും സംഗീതവും ചിത്രകലയും ചേർത്ത് പിടിക്കുന്ന ഒരു കലാകാരനുണ്ട് ദുബായിൽ. പ്രവാസി മലയാളികളെ സംഗീതത്തിലൂടെയും ചിത്രകലയിലൂടെയും നാടിൻ്റെ നല്ല ഓർമ്മകളിലേക്ക് വഴി നടത്തുകയാണ് നന്ദൻ കാക്കൂർ. സംഗീത അധ്യാപകനായി പ്രവാസം തുടങ്ങിയ നന്ദൻ ചിത്രകലയിലൂടെയാണ് തൻ്റെ നാടിൻ്റെ പച്ചപ്പുകളെ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. സംഗീത അധ്യാപകനായി പ്രവാസ ലോകത്തെത്തിയ നന്ദൻ UAE പ്രശസ്ത നർത്തകിയായ ആശാ ശരത്തിൻ്റെ സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഏറെക്കാലം. ഇവിടെ സംഗീതം കുരുന്നുകൾക്ക് പകർന്നു നൽകുന്നതിനിടയിലാണ് ചിത്രകലയുടെ ലോകത്തേക്കുള്ള നന്ദൻ്റെ വഴിനടത്തം. ശുദ്ധ സംഗീതം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം ചിത്രകലയെ ചേർത്ത് പിടിക്കാനുള്ള ഈ പ്രവാസിയുടെ കഴിവ് ആരെയും അത്ഭുതപ്പെടുത്തും. അത്ര മനോഹരമായ ചിത്രങ്ങളാണ് ആ മാന്ത്രിക കൈകളിൽ നിന്ന് ക്യാൻവാസുകളിലേക്ക് പകർന്നൊഴുകുന്നത്. പുഴകളും നാട്ടിടവഴികളും കാവുകളും മഴയും അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് നന്ദൻ്റെ വരകളിൽ നിറയുന്നത്. പ്രകൃതിയുമായി ഇഴയെടുപ്പമുള്ള ജീവസുറ്റ നൂറുകണക്കിന് ചിത്രങ്ങൾ നന്ദനിലൂടെ പിറവിയെടുത്തു കഴിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചത് എനിക്ക് പ്രകൃതി ചിത്രങ്ങളോടാണ് ഏറ്റവും വലിയ ഇഷ്ടം. പ്രകൃതിനെ വരച്ച് ചേർക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലും. അതാണ് എൻ്റെ ചുറ്റുപാടും, എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് വളർന്നതിനെക്കൂടെ എനിക്ക് പ്രകൃതിനോടാണ് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ്. കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ ഗ്രാമത്തിലാണ് നന്ദൻ ജനിച്ചത്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പാരമ്പര്യമാണ് ഈ പ്രതിഭ പിന്തുടരുന്നത്. നന്ദനെ സംബന്ധിച്ച് ചിത്രകലയും സംഗീതവും സമാന്തരമായി ഒഴുകുന്ന നദികളെ പോലെയാണ്. കുടുംബം എല്ലാവരും, എൻ്റെ അച്ഛൻ, അമ്മ, ചെറിയച്ഛന്മാർ എല്ലാവരും പിന്നെ കലാകാരന്മാരാണ്. ആ വഴി തന്നെയാണ് എൻ്റെ ഇതിലേക്കുള്ള വഴിയൊരുക്കിയത്. ചിത്രകലയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സംഗീത ലോകത്തും തൻ്റെതായ ഇടം കണ്ടെത്താനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഗന്ധമുള്ള നിരവധി പാട്ടുകൾക്കാണ് ഇദ്ദേഹം സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും, മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും. സുഖമെവിടെ ദുഃഖമെവിടെ. ഞാനിപ്പോഴ് പാട്ടുകൾ കമ്പോസ് ചെയ്യലാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. പാടുന്നതിനേക്കാൾ കൂടുതൽ പാട്ട് കമ്പോസ് ചെയ്യലാണ്. പിന്നെ കുറേ ആൽബങ്ങളും 1-2 സിനിമകൾക്കും, പുറത്തിറങ്ങാത്ത 1-2 സിനിമകൾക്കും സംഗീതം, പിന്നെ കുറച്ച് എഴുതാറുണ്ട്. കുറച്ച് നമ്മളെ ജീവിതാനുഭവങ്ങളും എല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള കുറച്ച് എഴുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തൻ്റെ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായി UAE ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. ഇപ്പോൾ നിരവധി കുരുന്നുകളെ സംഗീതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ഈ കലാകാരൻ. പഠിക്കാനെത്തുന്നവരെ മനസ്സിലാക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ തേടി നിരവധി കുട്ടികളാണ് എത്തുന്നത്. കുട്ടികൾക്ക് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അവരെ വെച്ചാൽ നമ്മളൊരിക്കലും പഠിപ്പിക്കുമ്പോൾ
അവരെന്താണ്, അവരുടെ റേഞ്ച് എന്താണെന്ന്, അവരുടെ ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ആദ്യം നമ്മൾ ഇറങ്ങിച്ചെല്ലണം എന്ന് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ എന്നിട്ട് അവരെ നമ്മൾ സംഗീതത്തിൻ്റെ, അതായത് അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ വഴിയിൽ കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാറ്. അല്ലാതെ നമ്മൾ പഠിച്ച സംഗീതം നേരിട്ട് കൊടുക്കലല്ല. അവരെ റേഞ്ച് അനുസരിച്ച്, അവരുടെ ഒരു കഴിവനുസരിച്ച് അവരെ ഇതിൽ നിന്ന് അതിനെ എന്താ പറയുക, കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക തന്നെ ഉണ്ട്. അല്ലാതെ അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതി പറ്റില്ല സംഗീതം. പ്രവാസ ലോകത്ത് ചിത്രകലയിലും സംഗീതത്തിലും തൻ്റെതായ ഇടം തീർക്കുകയാണ് നന്ദൻ. നമസ്തേ അറിവിടി അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീണ്ടും കാണാം പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി.